സ്കീമിന് രണ്ട് നേരം കൂടി 15 ലിറ്റർ ഇറക്കുന്ന പശുക്കൾ 60 രൂപ ടു 65 രൂപയ്ക്ക് പറ്റിയ പശുക്കളാണ് ഇതൊക്കെ. ഈ കാണുന്നതല്ല തന്നെ ഈ മൂന്നെണ്ണം. ഇത് മൂന്നെണ്ണം. രണ്ടാമത്തെ പ്രസവമാണ്. 20 ലിറ്റർ പാൽ കിട്ടും. കരച്ച മുട്ടയാണോ ഒറിജിനൽ മുട്ടയാണോ? അല്ലല്ല, ഒറിജിനൽ മുട്ട. ഇത് ബാംഗ്ലൂർ മുട്ട. ഇത് കുറെ സമയം ഉണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് 20 ദിവസം ഉണ്ട് പ്രസവിക്കാം. 20 ദിവസം ഉണ്ട് പ്രസവിക്കാം. അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ തന്നെ മടി മടി. ഈ പശു മൂന്നാമത്തെ പ്രസവമാണ്. പക്ഷേ ഇത് 25 ലിറ്റർ പാൽ കിട്ടും. 25 ലിറ്റർ പാല് മൂന്നാം പ്രസവം. ₹1 പറയണത് 85-90 രൂപ ഉള്ളിൽ വാങ്ങാം, എടുത്തു കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഗ്രാമങ്ങളിലായതുകൊണ്ട് ഇവിടേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മമാരുള്ള ആൾക്കാർ വന്നാലും ഇവിടെ വഴി അറിഞ്ഞ് കിട്ടത്തുള്ളൂ. 25 ലിറ്റർ. ഇത് മടിയായി. ഇനി ഇതാ കുറച്ചും കൂടി ഉള്ളൂ. ഇനി വലിക്കല്ല, കണ്ട ടൈറ്റ് ആയി കഴിഞ്ഞു. ഇപ്പൊ സ്കീമിന്റെ പൈസക്ക് 60 രൂപയ്ക്ക് എടുക്കും വേണം. അതിനേക്കാളും നല്ല പശുവും വേണം. കുറച്ചും കൂടി പൈസ കൂടുതലും തിരക്കിടില്ല എന്ന് പറഞ്ഞാൽ ഒന്നാം പേരിൽ പറ്റിയ പശുവാണത്. ഇത് കടിഞ്ഞൂലാണ്. ഇതിന് 16-17 ലിറ്റർ പാലുണ്ട്. ഇത് 75 രൂപ കൊടുത്താലേ കിട്ടുള്ളൂ. ഇത് ഒന്നാം പേരാണ്. ചിന്താമണി ക്രോസ് ആണ്. സ്കീമിലൂടെ കുറച്ച് പൈസ കുറച്ചുകൂടി കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ 5 കൊല്ലം 5 പ്രസവം വരെ നിർത്താൻ പറ്റുന്നുള്ളൂ. നല്ല ബ്രീഡുള്ള പശുവാണ്. ഇത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇനിയും 2-3 പ്രസവം ആകുമ്പോഴേക്കും പശുവും വലുതാവും, പാലും കൂടും. ഇത് കന്നിയാണ്. ഇതിന് ₹5 കൂടും, ഇതിന് ₹5 കുറയും. ഇത് ജേഴ്സിയാണ്. ശരി. അത് HF ക്രോസ് ആണ്. ആവറേജ് 60-62 രൂപയ്ക്കുള്ളിൽ ആവറേജ് വെച്ച് കൊടുക്കാം, എടുക്കാൻ പറ്റുന്നുണ്ടല്ലേ. എല്ലാം 15 ലിറ്റർ പാല് കിട്ടും. ഓക്കെ. എല്ലാം പ്രസവിച്ച പശുക്കളാണ്. ഓക്കെ. കുട്ടികളും ഉണ്ടല്ലേ? കുട്ടികൾ. ഓക്കെ. അപ്പൊ ഈ പറയുന്ന പാലിന് അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. 100% ഗ്യാരണ്ടി ആണ്. കറന്ന് കണ്ടിട്ട് പോവാം. ഓക്കെ. പേപ്പറൊക്കെ റെഡി ആയി കൊടുക്കും. ഈ സ്കീമിൽ നിന്ന് പേപ്പർ എല്ലാം റെഡി ആയി കൊടുക്കും. എല്ലാ കാര്യങ്ങളും. നമുക്ക് ചെനപ്പശുക്കളെയും കിട്ടുന്നില്ല സ്കീമിൽ. അതെ, ചെന വേണമെങ്കിൽ ചെന കിട്ടും. ഇത് പ്രസവിച്ചതാണ്. ഈ 3 പ്രസവിച്ചാണ്. ഓക്കെ.